ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിതാ ഇന്ന് ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ അവൾ വിട്ട് തന്നതായിരുന്നു. അപ്പം മെറ്റീരിയൽസൊക്കെ ഞാൻ കളക്ട് ചെയ്തു എന്നിട്ട് ചെയ്തതാണ്. അപ്പം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും സിമ്പിൾ കുർത്തിയായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. പിന്നെ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത്. 2 ടൈപ്പ് ലേസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ആക്ച്വലി യെല്ലോ ഷോളാണ് അവൾ ഓർഡർ ചെയ്തത്. ഞാനതിപ്പോൾ അത് ചെയ്തിട്ട് ഇതിൽ ഞാൻ ഈ വൈറ്റ് ഷോളിലാണ് വേറെ ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ പിന്നെ പലാസോ ആയിട്ടോ അല്ലെങ്കിൽ താഴെ ഇതിപ്പോൾ പിന്നെ അളവ് 51 ആണ്. പക്ഷേ എൻ്റെ മോളെ അളവ് അതല്ലാത്തത് കൊണ്ടാണ് അടിയിലൊരു പാൻറ്റ് യൂസ് ചെയ്തത്. നല്ല റയോണിൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ. ആദ്യം ഇതല്ല, നല്ലൊരു യെല്ലോ ആണ് കാണുന്നത്. അപ്പോൾ റയോൺ മെറ്റീരിയലാണ്. മീറ്ററിന് 170 ഉള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 3.5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഡോട്ടാണ്. അതേപോലെ തന്നെ പിന്നെ 2 കളർ വ്യത്യാസം കാണുന്നുണ്ടല്ലേ. ഇതാണ് കറക്റ്റ് കളർ കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ഷോളിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഷോളിന് വേണ്ടിയിട്ടുള്ള എടുത്തുള്ള തുണി നിങ്ങളൊക്കെ ഒരുപാട് കണ്ട തുണി തന്നെ ആയിരിക്കും. ഉൾഭാഗത്ത് ഇതേപോലെ ഒരു ലേസ് നൂല് വരുന്ന വർക്ക്. ഇതിനും ഏകദേശം ആ ഒരു റേറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പം ഷോളിന് 2 മീറ്ററും 2.25 ടോപ്പിന് 3.5 എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലേസാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ലേസാണ്. അപ്പോൾ ലേസിന് 3 മീറ്ററിൻ്റെ ലെങ്ത്ത് ഉണ്ട്, വിഡ്ത്ത്. അപ്പോൾ അത് കുറച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ കോട്ടൺ ലേസ്. ഈ കോട്ടൺ ലേസ് പിന്നെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. 15, 20, 25 പല റേറ്റിലുണ്ട്. ഈ വലിയ ലേസിന് 120 മീറ്ററിന് വന്നത്. അപ്പം ആ ലേസ് സ്ലീവിൻ്റെ താഴെ ഭാഗത്തും ടോപ്പിൻ്റെ താഴെ ഭാഗത്താണ് വലിയ ലേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഈ ഷോളിൻ്റെത്. അപ്പോൾ അതിൽ നിന്ന് ഷോളിൻ്റെ വീതി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൊടുത്തിട്ട് 4 സൈഡും ലേസ് വെക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി ടോപ്പിൻ്റെ കട്ടിങ് ഇതാ ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് 34 വേസ്റ്റ് റൗണ്ട് 32 ആണ് ഈ അളവ്. പിന്നെ ഫ്രണ്ട് നെക്ക് നെക്കിലാണ് ഫ്രണ്ട് നെക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്ക് റൗണ്ടും. ഷോൾഡർ ഇവർ 8 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ 4 ഫോൾഡിൽ 8 ഇഞ്ച്. അതേപോലെ തന്നെ ആം ഹോൾ എടുത്തു. ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ടൊക്കെ പറഞ്ഞ പോലെ 34, 32 അളവിലാണ് എടുത്തിട്ടുള്ളത്. അതായത് അധികം ഇങ്ങനെ ഫിറ്റായിട്ട് നിൽക്കുന്ന രൂപത്തിലല്ല അവർ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ലൂസിലുള്ളൊരു അളവാണ്. അപ്പോൾ എൻ്റെ മോൾ ഇട്ട ഫോട്ടോ കണ്ടപ്പോഴും മനസ്സിലായില്ലേ, കുറച്ചൊരു ലൂസിലാണ് ഈ കുർത്തി. ഇത് ഇനി ഇങ്ങനെ ആയിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നുക കേട്ടോ. അല്ലെങ്കിൽ ബോഡി ഫിറ്റായിട്ട് നിൽക്കുന്നതിനേക്കാളും. അതുപോലെ തന്നെ ഇതിൽ ബ്ലാക്കിന് പകരം വൈറ്റ് ഡോട്ടാണെങ്കിൽ കുറേയും കൂടി ഭംഗി ഉണ്ടാവും. അതായിരുന്നു തന്ന ഫോട്ടോയിലുള്ളത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. നെക്ക് ബാക്ക് നെക്ക് സാധാ റൗണ്ട് തന്നെ. ഇപ്പം നെക്ക് വിടുത്ത് 5, ബാക്കിൽ 3 കൊടുത്തിട്ടുള്ളത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് പോവുക. നമ്മളെ സ്ലീവിന് ടോട്ടൽ വേണ്ട ലെങ്ത്ത് 20. അപ്പം നമുക്ക് ലേസ് വരുന്നുണ്ടല്ലോ 3 ഇഞ്ച്. അപ്പം ലേസിൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ ഈ പാർട്ട് കട്ട് ചെയ്യാൻ. പിന്നെ സ്കേർട്ട് പാർട്ടിന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ബോഡി പാർട്ട്, പിന്നെ സ്കേർട്ട് പാർട്ട്, ലേസ് 3 കൂടിയാണ് നമ്മളുടെ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ബോഡി പാർട്ട് ഞാൻ 15 ലെങ്ത്ത് കൊടുത്തത്. അപ്പോൾ ആ തയ്യൽ തുമ്പടക്കം 16 വേണേൽ കൊടുത്തിട്ട് പിന്നെ ഈ ലെങ്ത്ത് കൂടി എടുക്കാം. അപ്പോൾ ഇത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. ലേസ് 3 ഇഞ്ച് വരുന്നുണ്ട്. ലേസിൻ്റെ അടിയിൽ ക്ലോത്ത് ഇല്ല. അപ്പോൾ അത് നല്ലോണം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ബോഡി പാർട്ടിൻ്റെ ഡബിളായിട്ടാണ് സ്കേർട്ട് പാർട്ടിന് വിടുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നൂല് വലിച്ച് ഗ്യാതറിങ് ഫൂട്ടിലിട്ടിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചുളുക്ക് വരും. അതുകൊണ്ട് ഞാൻ ലെങ്ത്തിൽ തയ്ച്ചിട്ട് നൂല് വലിച്ചിട്ടാണ് ഇതിന് ചുളുക്കി എടുത്തിട്ട്. ഒരുപാട് സ്കേർട്ട് പാർട്ടിന് വിടുത്ത് വേണ്ട, ലേസ് കൊടുക്കുന്നത് കൊണ്ട് അങ്ങനെ വേണ്ട.
ഇനിയിപ്പോൾ നെക്ക് വീനെക്കാണല്ലോ നമ്മൾ ചെയ്തത്. വീനെക്കിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതേപോലെ പീസ് വെച്ച് ഇങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചെടുത്ത് അതിൻ്റെ ഫിനിഷിങ് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഞാൻ ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ലൈസ് കൊടുക്കണം കേട്ടോ. ഈ ലേസിനെ ഇങ്ങനെ ഈ ഒരു വി ഷേപ്പിൽ ഇപ്പോൾ ഈ കോർണറിൽ ചെറിയൊരു ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിലുള്ള വി ഷേപ്പ് നമുക്ക് കിട്ടും. അത് നമ്മുടെ ഫിക്സ് ചെയ്ത് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്യണേ. സെൻറ്ററിലേക്ക് കൂടിയല്ല, 2 സൈഡിലേക്ക് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിനൊക്കെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ? ഷോൾഡർ ജോയിനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് വേണേൽ സ്ലീവിൽ നമുക്ക് ലേസ് വെക്കാം, അല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേസ് വെക്കാം. കണ്ട സ്ലീവ് ഞാൻ പറഞ്ഞല്ലോ, ലേസ് വരുന്നത് കൊണ്ട് ലേസിൻ്റെ ലെങ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം സ്ലീവിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ അറ്റഞ്ഞ് ലേസ് വെക്കുന്നത് മാത്രമാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇതിപ്പോൾ നല്ല വശമാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ചെറുതാക്കി 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തത്, അത് മനസ്സിലാക്കണേ. എന്നിട്ട് നമ്മൾ ലേസ് നമുക്ക് വേണ്ട ലെങ്ത്തിൽ, അതായത് വിടുത്തിലാണല്ലോ ഇതിന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ലേസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് ഈ കാണുന്നതാണ് നല്ല വശം. അപ്പോൾ അത് ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കണ്ട ഇങ്ങനെ അങ്ങോട്ട് കുത്തുക. ആ ലേസുമേലുള്ള ത്രെഡ് വർക്ക് വരേണ്ട രൂപമൊക്കെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് അതിലേ കൂടി സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ല, ആ വർക്ക് തുടങ്ങുന്ന അവിടെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്തിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മറിച്ചെടുക്കുക. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മറിക്കുമ്പോൾ നല്ല വശം പുറത്തേക്ക് വന്നു അല്ലേ. എന്നിട്ട് ആ തയ്യൽ തുമ്പിടില്ല, ആ തയ്യൽ തുമ്പി ക്ലോത്തിൻ്റെ വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ പ്രസ് അടി കൊടുക്കണം. എഡ്ജിലൊരു പ്രസ് അടി കൊടുക്കണം, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പ്രസ് അടി കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നല്ല വശത്ത് ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല വശമാണ് ലേസിന് ഫേസ് ടു ഫേസ് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുക. കണ്ടില്ലേ? ആ സ്റ്റിച്ചിങ് രണ്ടും കണ്ടല്ലോ, ലേസ് വെച്ചത് കണ്ടല്ലോ. ഇതാണ് ഈ കുർത്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ലേസ് അറ്റാച്ച്മെൻറ്റ് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ലേസ് മാത്രം കാണുമ്പോഴല്ലേ ഭംഗി കൂടുതൽ. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിന് ഞാനിങ്ങനെ ലെങ്ത്തിൽ അടിച്ചിട്ട് നൂല് വലിച്ചിട്ട് ഫ്രിൽസാക്കി കൊടുത്തതാണ്. അതെല്ലാവർക്കും അറിയുന്ന മെത്തേഡായിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമ്മൾ അല്ലേ ഗാദറിങ് ഫുഡിലാകുമ്പോൾ കുറേ ക്ലോത്ത് വരും, ഇത്രയൊന്നും അല്ല ചുരുക്ക് വരിക. അതുകൊണ്ടാണ് അറിയാത്തവരാണെങ്കിൽ ഇതേപോലെ നമ്മൾ സ്കേർട്ട് പാർട്ടാണിത്, നമ്മൾ ലോങ് സ്റ്റിച്ച് കൊടുത്തപ്പോൾ തന്നെ ചെറിയൊരു ചുളുക്ക് വന്ന് പിന്നെ അത് നമുക്ക് ബോഡി പാർട്ടിനനുസരിച്ചിട്ട് ചുരുക്കി എടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് പിന്നെ കുത്തി ജോയിൻ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. മനസ്സിലായ? ഈ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ അതിനനുസരിച്ച് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ച് കൂട്ടിയാണ് എടുത്തിട്ട് തയ്യൽ തുമ്പിന് കൂടെ 1/2 ഇഞ്ച് 1.5 ഇഞ്ച് ആക്കിയിട്ടാണ് കൂട്ടിയത്. സാധാരണ 1 ഇഞ്ച് നമ്മൾ കൂട്ടുമ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഈ കണ്ടില്ലേ, ഈ റയോൺ ക്ലോത്തിന് എപ്പോഴും നൂലിങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഭയങ്കര വൃത്തികേടാകുമ്പോൾ ആ മേലത്തെ ഭാഗം ഉണ്ടല്ലോ, ബോഡി പാർട്ട് ഞാൻ ലെങ്ത്ത് കൂട്ടിയെടുത്തതിൻ്റെ മേലോട്ടേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനെ ഫോൾഡ് ചെയ്ത് ഇവിടെ മടക്കിയിട്ട് തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ വൃത്തിയിൽ നിന്നോളും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഭാഗം ഉള്ളത്. അങ്ങനെ സ്റ്റിച്ചിങ്ങിനെ തയ്യൽ തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിടാം, ആവശ്യക്കാർക്ക് നോക്കാമല്ലോ. പിന്നെ നമുക്ക് ഇതേപോലെ ഈ ലേസ്, നമ്മൾ വീതി കുറഞ്ഞ ലേസിൽ 15, 20, 25 റേറ്റ് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് അതിന്. അപ്പോൾ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ഓരോ ഷോപ്പിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ലേസിന് നമ്മൾ ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കറക്റ്റാക്കി ഇങ്ങനെ ക്ലോത്ത് നിലത്ത് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മെഷീനിലേക്ക് പോയാൽ മതി. മെഷീനിൽ പോയിട്ടാകുമ്പോൾ അതിൻ്റെ കറക്റ്റ് സ്ഥാനം നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് പറയുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഏതൊക്കെ പൊസിഷനിലേക്ക് കൂടി വേണം നമ്മൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡ് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം താഴെ ഭാഗത്ത് ഈ ലേസ് വെക്കുക. താഴെ ഭാഗത്ത് ഇങ്ങനെ ലേസ് വെക്കുമ്പോൾ ഞാൻ സ്ലീവിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ തയ്ച്ച് കൊടുക്കുക.
ഈ തയ്ക്കുന്ന സമയത്ത് ഞാൻ 2 ഫോൾഡിങ് കൂടി സ്ലീവിന് ഞാനൊരു ഫോൾഡ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. 2 ഫോൾഡിങ് കൂടി ഒരുമിച്ചാണ് കാണിക്കുന്നത്. ഇങ്ങനെ എഡ്ജിലേക്ക് കൂടി തയ്ച്ച് കൊടുക്കുക, ഈ ഫോൾഡിങ് മാത്രം. അങ്ങനെ ചുറ്റും അപ്പോൾ റൗണ്ടിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതി. അത്രയേ ഉള്ളൂ നമ്മളുടെ പണി. കണ്ട ഈ താഴെ ഭാഗത്ത് ലേസ് മാത്രം അടിയിൽ ലൈനിങ് ഇല്ലാതെ വൈറ്റ് ലൈനിങ് പോലും ഇല്ലാതെ കാണുമ്പോഴാണ് ഭംഗി. അത് അത്രയും ഭംഗിയുള്ള ലേസ് കൂടിയായിട്ടാണ് കേട്ടോ. പിന്നെ കണ്ട നല്ലൊരു ഫിനിഷിങ്ങുള്ള ലേസാണ് ഇത്. പ്ലെയിൻ വൈറ്റ് ടോപ്പിൻ്റെ അകത്തൊക്കെ ഇതൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും കാണാൻ. അപ്പം അതേപോലെ തന്നെ ബ്ലാക്കിന് ഭംഗിയുണ്ടാവും, റെഡിന് ഭംഗിയുണ്ടാവും. അപ്പം ഐഡിയാസൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഡ്രസ്സ് നല്ല ഫിനിഷിങ്ങിലാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് ഷോൾ ഞാൻ പറഞ്ഞല്ലോ, ആ യെല്ലോ ഞാൻ ആദ്യം കാണിച്ച യെല്ലോ ഷോളിൻ്റെ അകത്ത് ആ ഇപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ കൊടുത്ത് ലെങ്ത്തിൽ കൊടുത്ത ആ ലേസാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഇതിൽ മൂക്കത് അത്ര മൂക്ക് മാച്ചാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വൈറ്റ് ഷോൾ ഇട്ടിട്ട് കാണിക്കുകയാണ്. അപ്പോൾ വൈറ്റ് ലെഗിനോ പലാസോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഈ കാണിക്കുന്നത്. എൻ്റെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിയാത്തവർക്കുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി എന്നെ കോൺടാക്റ്റ് ചെയ്യുക. സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കുമാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ആവശ്യക്കാർക്ക് ഇൻസ്റ്റ വഴി കോൺടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കൂടി വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.